ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. അക്കൗണ്ടന്റ് ഇൻ കമ്പനി ബോർഡ് കോർപ്പറേഷൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു 65 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു എക്സാമിന്റെ ഡേറ്റ് വരുന്നത് ഏപ്രിൽ 25, 2026 ആണ്. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ തരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാനിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് അതിന്റെ കാറ്റഗറി നമ്പർ, എക്സാം ഡേറ്റ്, നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ കൂടി നോക്കാം. നമ്മുടെ കാറ്റഗറി നമ്പർ രണ്ട് ഡിഫറെന്റ് കാറ്റഗറി നമ്പേഴ്സ് വരുന്നുണ്ട്. രണ്ടിന് കോമൺ എക്സാം ആണ് വരുന്നത്. 363/2025 364/2025 ആണ് കാറ്റഗറി നമ്പർ വരുന്നത്. ഇതിന്റെ എക്സാം ഡേറ്റ് ഏപ്രിൽ 25, 2026 ആണ്. നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വരുന്നത് 363/2025 കാറ്റഗറി നമ്പറിൽ വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് 93,509 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി കാറ്റഗറി നമ്പർ 364/2025 ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വരുന്നത് 92,014 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ, നമുക്ക് ഈ ഒരു എക്സാം എഴുതണമെങ്കിൽ എന്താണ്, അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും കൺഫർമേഷൻ കൊടുക്കണം. ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നോക്കാം. നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു 65 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പൊ ഈ ഒരു സ്റ്റഡി പ്ലാൻ ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെയും പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യാത്ത കുട്ടികൾക്ക് ഇനിയും പഠിച്ചു തുടങ്ങാം. ഈ ഒരു പ്ലാൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് അവർക്ക് പഠിച്ചു തുടങ്ങാം. ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ നോളേജ് ഉള്ള സ്റ്റുഡൻസിനും ഫോളോ ചെയ്യാം. എക്സ്പേർട്ട് നോളേജ് ഉള്ള KFC അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷയ്ക്ക് സിമിലർ സിലബസ് ആയിരുന്നല്ലോ. അപ്പൊ ആ ഒരു എക്സാമിന് തയ്യാറെടുത്ത് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്തു എന്നാൽ വലിയ റാങ്കിൽ എത്തിപ്പെടാൻ പറ്റാത്ത കുട്ടികളുണ്ടായിരിക്കും. അവരും നല്ല കോമ്പറ്റീറ്റേഴ്സ് ആണ്. അത്തരത്തിലുള്ള കുട്ടികൾക്കും ഇതൊരു റിവിഷൻ പ്ലാൻ ആയിട്ട് കൺസിഡർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് കണ്ടന്റിന്റെ റിവിഷൻ ക്ലാസ്സസ് നമ്മുടെ ടെക് PSCയുടെ കൊമേഴ്സ് ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെക് PSCയുടെ മെയിൻ ചാനലിലല്ല, ശ്രദ്ധിക്കുക, ടെക് PSCയുടെ കൊമേഴ്സ് ചാനലിലാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൊമേഴ്സ് ചാനലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ ചാനലിലോട്ട് ജോയിൻ ചെയ്യാം. അതല്ല എങ്കിൽ നമ്മൾ ടെക് PSCയുടെ മെയിൻ ചാനലിന്റെ പ്രൊഫൈല് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ കൊളാബറേറ്റേഴ്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയും ആ ഒരു ചാനലിലോട്ട് ആക്സസ് ചെയ്യാം. കംപ്ലീറ്റ് കണ്ടന്റ്, അതായത് നമ്മുടെ സിലബസിൽ 10 ഡിഫറെന്റ് മൊഡ്യൂൾസ് ആണ് വരുന്നത്. ഈ 10 മൊഡ്യൂളിന്റെയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു റിവിഷൻ ക്ലാസ്സസ് ടെക് PSCയുടെ കൊമേഴ്സ് ചാനലിൽ നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം തന്നെയാണ് ആ ഒരു ചാനലിൽ ക്ലാസ്സസ് അപ്ഡേറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ ഈ ക്ലാസ്സസിന്റെ എല്ലാം തന്നെ നോട്ട്സ് ആക്സസ് ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം ചാനൽ യൂസ് ചെയ്തിട്ട് അവർക്ക് ടെലിഗ്രാം ചാനലിൽ ലോഗിൻ ചെയ്യാം, നമ്മുടെ വാട്സപ്പ് ചാനലിൽ ലോഗിൻ ചെയ്യാം. ഇതിലാണ് നമ്മൾ യൂട്യൂബിൽ കൊടുക്കുന്ന ഫ്രീ ക്ലാസ്സസിന്റെ നോട്ട്സ് കൊടുക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ ഓരോ മൊഡ്യൂളും കവർ ചെയ്യുന്ന പ്രകാരം ടോപ്പിക് വൈസ് എക്സാമുകൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടോപ്പിക് വൈസ് ഫ്രീ ആയിട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് സ്റ്റുഡൻസിന് ആക്സസ് ചെയ്യാം. ഈ ഒരു ടോപ്പിക് വൈസ് എക്സാംസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ സ്റ്റുഡൻസ് ചെയ്യേണ്ടത് ഇത്ര മാത്രം: നമ്മുടെ ടെക് PSCയുടെ ചാനൽ, നമ്മുടെ ടെക് PSCയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ടെക് PSCയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഈ ആപ്പ് ത്രൂ ആയിരിക്കും നമ്മൾ മോഡൽ എക്സാംസ്, ടോപ്പിക് വൈസ് എക്സാംസ്, ഈ ഡേറ്റ് പ്രകാരമുള്ള എക്സാംസ് കൊടുക്കുന്നത്. അപ്പം ആ ഒരു എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ടെലിഗ്രാമിൽ നമ്മൾ അതിന്റെ ഗൂഗിൾ ഫോം കൊടുക്കും. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്ന സ്റ്റുഡൻസിന് ആ ഒരു എക്സാംസ് നമുക്ക് ഈ ഒരു സമയക്രമത്തിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനിലേക്ക് കടക്കാം. അപ്പം ആദ്യം ഫെബ്രുവരി 17 മുതലാണ്, ഫെബ്രുവരി 17 തൊട്ട് 20 വരെ നമ്മുടെ സിലബസിലുള്ള ആദ്യത്തെ മൊഡ്യൂൾ അക്കൗണ്ടിങ് മൊഡ്യൂൾ പഠിക്കാനാണ്. ഈ ഒരു മൊഡ്യൂളിന്റെ മാർക്ക് വരുന്ന 10 മാർക്കാണ്. അപ്പൊ നമ്മൾ ഫെബ്രുവരി 17 മുതൽ 20 വരെ ഉള്ള ദിവസം നമുക്ക് സബ്ജക്ട് കവറേജിനാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഫെബ്രുവരി 21-ാം തീയതി
ക്വിക്ക് റിവിഷൻ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവിഷൻ ക്ലാസ്സസ് നമ്മുടെ കൊമേഴ്സ് ചാനലിൽ കൊടുക്കും. അപ്പോൾ ആ ക്ലാസ്സസ് ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ക്വിക്കായിട്ട് ആ ക്ലാസ്സസ് ഒന്ന് നോക്കുക. എന്നിട്ട് സ്മാർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാനാണ് ഫെബ്രുവരി 21 ഫെബ്രുവരി 22 അതിന്റെ ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അപ്പം വേറെ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ക്ലാസ് എടുത്ത കുട്ടികളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ അവർ പഠിച്ച നോളജ് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്താണ് നിർബന്ധമായും ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ചെയ്യേണ്ടത് ടെക്പീസ്ഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ടെക്പീസ്ഡ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. 10 മാർക്കിന്റെ മൊഡ്യൂളാണ്. നമുക്ക് ആ സബ്ജക്ട് കവറേജ് ഫെബ്രുവരി 23 മുതൽ 26 വരെയാണ് സബ്ജക്ട് കവറേജിന് അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിന്റെ ക്ലാസ്സസും എന്താണ് ടെക്പീസിന്റെ കൊമേഴ്സ് ചാനൽ അപ്ഡേറ്റഡ് ആവും. അപ്പോൾ ചാനൽ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ ചാനൽ അപ്ഡേറ്റ് ചെയ്യത്തില്ല, ടെക്പീസി കൊമേഴ്സ് ചാനലിൽ നമുക്ക് ആ ഒരു ക്ലാസ്സസും കാണാൻ സാധിക്കും. ഫെബ്രുവരി 27 നമ്മൾ ക്വിക്ക് റിവിഷൻ ആൻഡ് സ്മാർട്ട് നോട്ട് മേക്കിംഗ് ആണ്. ഫെബ്രുവരി 28 അതിന്റെ തന്നെ ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഈ ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക സ്റ്റുഡൻസ് ജസ്റ്റ് ടെക്പീസിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. അതിൽ ടോപ്പിക് ടെസ്റ്റ് ആഡ് ആകും. ഇനി അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ്. മൂന്നാമത്തെ മൊഡ്യൂൾ വരുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. 10 മാർക്കിന്റെ മൊഡ്യൂളാണ്. മാർച്ച് 1 മുതൽ 3 വരെ അതിന്റെ സബ്ജക്ട് കവറേജും, മാർച്ച് 4 നമ്മൾ പഠിച്ച കാര്യങ്ങൾ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുക, സ്മാർട്ട് നോട്ട് തയ്യാറാക്കുക. മാർച്ച് 5 അതിന്റെ ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഇനി അടുത്തത് മാർച്ച് 6 മുതൽ 8 വരെ മാനേജ്മെന്റ് മൊഡ്യൂളാണ്. 10 മാർക്കിന്റെ മൊഡ്യൂളാണ്. അതിന്റെ സബ്ജക്ട് കവറേജിനാണ് മാർച്ച് 6 മുതൽ 8 വരെ. ദെൻ മാർച്ച് 9 ക്വിക്ക് റിവിഷൻ ആൻഡ് സ്മാർട്ട് നോട്ട് മേക്കിംഗ് ആണ്. മാർച്ച് 10 ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ഡേ ആണ്. ദെൻ അടുത്ത മൊഡ്യൂളാണ് മാനേജീരിയൽ എക്കണോമിക്സ്. 10 മാർക്കിന്റെ മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂള് മാർച്ച് 11 മുതൽ 13 വരെയാണ് സബ്ജക്ട് കവറേജിന്. ദെൻ മാർച്ച് 14 ക്വിക്ക് റിവിഷൻ ആൻഡ് സ്മാർട്ട് നോട്ട് മേക്കിംഗ് ആണ്. മാർച്ച് 15 നമ്മൾ അതിന്റെ ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ദെൻ കമ്പനി ലോ മൊഡ്യൂളാണ്. 10 മാർക്കിന്റെ മൊഡ്യൂളാണ്. ഇതിന്റെ നമ്മളെ സബ്ജക്ട് കവറേജിന് വേണ്ടി മാർച്ച് 16 മുതൽ 19 വരെയാണ്. മാർച്ച് 20 ക്വിക്ക് റിവിഷൻ ആൻഡ് സ്മാർട്ട് നോട്ട് മേക്കിംഗ്. മാർച്ച് 21 ടോപ്പിക് ടെസ്റ്റ്. ഈ ക്വിക്ക് റിവിഷൻ ആൻഡ് സ്മാർട്ട് നോട്ട് മേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സമയത്തിനുള്ളിൽ ഓൾറെഡി പഠിച്ച കുട്ടികളാണെങ്കിൽ അത് ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നമുക്ക് എന്തെങ്കിലും മിസ്സിംഗ് ഏരിയാസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കവർ ചെയ്ത് പോവുക. പഠിച്ചിട്ടില്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ ലിമിറ്റഡ് ടൈമിനുള്ളിൽ തന്നെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ഒന്നുകിൽ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് പഠിക്കാം. അതല്ല എങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ ടെക്പീസിന്റെ കൊമേഴ്സ് ചാനൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസ് നല്ല രീതിയിൽ നോക്കി അതിന്റെ നോട്ട്സും വായിച്ച് പഠിക്കുക. മാർച്ച് 21 അതിന്റെ ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എല്ലാ ടോപ്പിക് ടെസ്റ്റും തന്നെ നമ്മൾ ആ കറക്റ്റ് ഡേറ്റിന് നമ്മുടെ ടെക്പീസിന്റെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിന് മുന്നേ തന്നെ ഈ ഒരു ടെസ്റ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഫോം കൂടി ഫിൽ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഡയറക്റ്റ് ആയിട്ട് ആപ്പ് ത്രൂ അത് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് നമ്മുടെ അടുത്ത മൊഡ്യൂളാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. 10 മാർക്കിന്റെ മൊഡ്യൂളാണ് വരുന്നത്. അത് പഠിക്കാൻ മാർച്ച് 22 മുതൽ 24 വരെയാണ് സമയം അലോട്ട് ചെയ്തിട്ടുള്ളത്. മാർച്ച് 25 ക്വിക്ക് റിവിഷൻ ആൻഡ് സ്മാർട്ട് നോട്ട് മേക്കിംഗ്. നമ്മൾ ഈ സ്മാർട്ട് നോട്ട് ഓരോ മൊഡ്യൂളും പഠിക്കുന്ന ക്രമത്തിൽ സ്മാർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന എന്തിനാണ്? ഇനി വളരെ ചുരുങ്ങിയ ഡേയ്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വലിയ രീതിയിൽ ഓരോ പഠിക്കുന്ന ലൈൻ ബൈ ലൈൻ എഴുതി വെക്കാനുള്ള സമയമൊന്നും നമുക്കില്ല. അപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒരു നല്ല രീതിയിൽ നമ്മൾ ടോപ്പിക്ക് കവർ ചെയ്യുമ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ നോട്ട് ചെയ്ത് പോവുക. അത്തരത്തിൽ നമ്മൾ നോട്ട് ചെയ്യുന്നത് ഫൈനൽ റിവിഷന് നമുക്ക് ഉപകാരപ്പെടും. ഇനി അടുത്ത മാർച്ച് 26 ആ ഒരു മൊഡ്യൂളിന്റെ, അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് മൊഡ്യൂളിന്റെ ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ദിവസമാണ്. ദെൻ അടുത്ത മൊഡ്യൂൾ വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് ആണ്. 10 മാർക്കിന്റെ മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂൾ കവർ ചെയ്യാൻ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് മാർച്ച് 27 മുതൽ 29 വരെയാണ്. ദെൻ ക്വിക്ക് റിവിഷൻ ആൻഡ് സ്മാർട്ട് നോട്ട് മേക്കിങ്ങിന് മാർച്ച് 30 മാർച്ച് 31 നമുക്ക് അതിന്റെ ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ദിവസമാണ്. ഇനി അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. 10 മാർക്കിന്റെ മൊഡ്യൂളാണ്. ഏപ്രിൽ 1 മുതൽ 3 വരെയാണ് ഇതിന്റെ സബ്ജക്ട് കവറേജിന് അലോട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ക്വിക്ക് റിവിഷൻ ആൻഡ് സ്മാർട്ട് നോട്ട് മേക്കിങ്ങിന് വേണ്ടി ഏപ്രിൽ 4 ഏപ്രിൽ 5 ഈ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന മൊഡ്യൂളിന്റെ ടോപ്പിക് ടെസ്റ്റ് ആണ് വരുന്നത്. ഈ ടോപ്പിക് ടെസ്റ്റിലൊക്കെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ 10 വർഷത്തെ ഇതുമായിട്ട് റിലേറ്റഡ്, ഈ സിമിലർ സിലബസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേരള PSC, അതർ സ്റ്റേറ്റ്
PSCയുടെ എല്ലാം ക്വസ്റ്റ്യൻസ് സെഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. ഇനി അടുത്ത മൊഡ്യൂൾ നോക്കാം. അടുത്ത മൊഡ്യൂൾ ഏറ്റവും ലാസ്റ്റത്തെ മൊഡ്യൂൾ ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റിംഗ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ 10 മാർക്കിന്റെ തന്നെ മൊഡ്യൂളാണ്. സബ്ജക്ട് കവറേജിന് വേണ്ടി ഏപ്രിൽ 6 മുതൽ ഏപ്രിൽ 8 വരെയാണ്. ഏപ്രിൽ 9-ാം തീയതി ക്വിക്ക് റിവിഷൻ ആൻഡ് സ്മാർട്ട് നോട്ട് മേക്കിങ്ങും ഏപ്രിൽ 10-ാം തീയതി ടോപ്പിക് ടെസ്റ്റും ആണ്. അപ്പോൾ ഇത്രയും ആകുമ്പോൾ തന്നെ നമ്മൾ എന്താണ് കംപ്ലീറ്റ് മൊഡ്യൂളും 10 മൊഡ്യൂളും ഒരു പ്രാവശ്യം പഠിക്കുകയും അതിന്റെ സ്മാർട്ട് നോട്ടും ക്വിക്ക് റിവിഷനും ടോപ്പിക് ടെസ്റ്റും അറ്റൻഡ് ചെയ്ത് തീരും. ഈ ഒരു പ്ലാനിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുകയാണെങ്കിൽ ഇനി ഏപ്രിൽ 11 മുതൽ 13 വരെ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും എല്ലാ 10 മൊഡ്യൂളും മൊത്തത്തിലൊന്ന് റിവൈസ് ചെയ്യുക, മൈൻഡ് മാപ്പ് ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ഏരിയാസിൽ നമുക്ക് ഗ്യാപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യേണ്ട സമയമാണ്. നമ്മൾ കൺസെപ്റ്റുകൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ട ഒരു സമയമാണ് ഏപ്രിൽ 11 മുതൽ 13 വരെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു എക്സാം ആയിക്കോട്ടെ നമുക്ക് അതിന്റെ മോഡൽ എക്സാം നല്ല രീതിയിലുള്ള മോഡൽ എക്സാം ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ മോഡൽ എക്സാംസോ അല്ലെങ്കിൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ പോരാ, കറക്റ്റ് ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ PSCയുടെ അതേ പാറ്റേണിൽ പരീക്ഷകൾ എഴുതി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം ഹാളിൽ ചെന്നിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മോഡൽ എക്സാംസ് കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാംസ് നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഏപ്രിൽ 14 മുതൽ 21 വരെ മിനിമം നമ്മളൊരു 10 മോഡൽ എക്സാംസ് എങ്കിലും പരീക്ഷയ്ക്ക് മുന്നേ അറ്റൻഡ് ചെയ്തിട്ടേ നമ്മൾ പോവാവൂ. ഇനി അടുത്തത് ഏപ്രിൽ 21 മുതൽ 23 വരെ നമ്മൾ നമ്മുടെ മിസ്റ്റേക്സ് ഒക്കെ അനലൈസ് ചെയ്യണം. നമ്മൾ മിസ്റ്റേക്സ് എല്ലാം കറക്റ്റ് ചെയ്യേണ്ട ഒരു ഡേ ആണ് വരുന്നത് ഏപ്രിൽ 21 തൊട്ട് 23 വരെ. അപ്പം നമ്മൾ കംപ്ലീറ്റ് ഒരു 65 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി വരും വീഡിയോസിൽ നമ്മൾ കഴിഞ്ഞ ഇതുമായി സിമിലർ ഈ സിലബസുമായി സിമിലർ നടന്ന ഒരു എക്സാം ആണ് KFC അസിസ്റ്റന്റ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്യാം. ഏതൊക്കെ പാർട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ആയിട്ടുള്ളത്. നമുക്കിനിയിപ്പം കംപ്ലീറ്റ് സിലബസിൽ ഓരോ ലൈൻ ബൈ ലൈൻ ചിലപ്പോൾ സ്റ്റുഡൻസിന് കവർ ആവാൻ പറ്റിയില്ലെങ്കിലും ഹൈ വെയിറ്റേജ് ഏരിയ, ലോ വെയിറ്റേജ് ഏരിയ ഏതൊക്കെയെന്നൊക്കെ നമുക്ക് കമ്മിങ് വീഡിയോസിൽ നോക്കാം. അപ്പോൾ ഇതിന്റെ കംപ്ലീറ്റ് കണ്ടന്റും ഇതുവരെയും കോച്ചിങ് ഒന്നും എടുക്കാത്തതും പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യാത്തതും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് കംപ്ലീറ്റ് സിലബസിന്റെ റിവിഷൻ ക്ലാസ്സസ് ടെക് PSCയുടെ കൊമേഴ്സ് ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസരം മിസ്സാക്കാതെ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് വീണ്ടും നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്യാൻ നമുക്കൊരു പ്രചോദനമാകുന്നത്. അപ്പം ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.